നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അവിടെ നിൽക്കുന്നേ, അവളും കുഞ്ഞും അവിടുന്ന് പോയില്ലേ? അച്ഛന് ചപ്പാത്തി ഇടട്ടെ? നിനക്ക് വേണോടി? വേണ്ട വേണ്ട. അമ്പിളി ഇപ്പോഴും അതൊക്കെ മനസ്സിൽ വെച്ചോണ്ടിരിക്കാന്ന് എനിക്ക് തോന്നുന്നു. സാരമില്ല മാഷേ, ഒക്കെ ശരിയാവും. രഘുവേട്ടൻ എന്താ ഹോസ്പിറ്റലിൽ നിൽക്കാതിരുന്നേ? അതിന് അനുചിരും സമ്മതിക്കണ്ടേ? എന്നോട് അവിടെ നിൽക്കണ്ടെന്ന് അവര് തീർത്തു പറഞ്ഞു. വിനയൻ അവിടെ കാണുമല്ലേ? ഇല്ല, അവനൊന്ന് വീട്ടിലേക്ക് പോയി. പിന്നെ വിനയൻ ചീരുനും കുഞ്ഞിനെ നമ്മൾ പഞ്ചരത്നത്തിലേക്ക് കൊണ്ടുപോകുന്നുള്ള ടെൻഷനിലാണെന്ന് തോന്നുന്നു. ദാസു ഹോസ്പിറ്റലിൽ വന്നിട്ട് എന്തായി? അവളെയും കുഞ്ഞിനെയും കൂടി കൊണ്ടുവിട്ടോ? ആ കാര്യങ്ങള് അമ്മാവനോടും അമ്പിളിയോടും ഇപ്പൊ തന്നെ ഒന്ന് പറയാൻ വേണ്ടിട്ടാ അനുവും ചീരുവും എന്നെ നിർബന്ധിച്ചിങ്ങോട്ടേക്ക് അയച്ചേ. അമ്പിളിയോട് ഭാനുവമ്മേ, അല്ല അവളോട് കേക്കട്ടെ. അമ്പിളി അടുക്കളയിലുണ്ട്, നീ പറഞ്ഞു. അവള് കേൾക്കാനായിട്ട് ഇങ്ങോട്ട് വരണമെന്നില്ല. അച്ഛനറിഞ്ഞാ പോരെ രഘുവേട്ടാ? ഞാനും ദാസങ്ങളും കൂടിയാ ഹോസ്പിറ്റലിൽ നിന്ന് അവരെ ഡിസ്ചാർജ് ചെയ്ത് ഹോം സ്റ്റേയിൽ എത്തിച്ചത്. അതുകൊണ്ട് ഈ ഹോം സ്റ്റേയുടെ കാര്യത്തിലടക്കം ആമയുടെയും കുഞ്ഞന്റെയും എല്ലാ ഉത്തരവാദിത്തങ്ങളും ഞാൻ ഏറ്റെടുക്കണം. ഇനി എന്തുണ്ടെങ്കിലും തങ്കച്ചി എന്നെ കോണ്ടാക്ട് ചെയ്തോ. ഇനി ഞാൻ അവരെ കാണാനോ സഹായിക്കാനോ ഒന്നും പോകുന്നില്ല. ഹോം സ്റ്റേന്ന് എന്നെ ആരും വിളിക്കൂല. ആമയും കുഞ്ഞും അവിടുന്ന് പോകുന്നവരെ ദാസങ്ങൾ പറ്റാവുന്ന സഹായമൊക്കെ അവർക്ക് ചെയ്യും. ഇനി അവരായി അവരുടെ പാടായി. ഇനി ഞാൻ ഒന്നിനുമില്ല. എന്റെ ജോലി, എന്റെ വീട്, എന്റെ കുടുംബം, അതിലൊതുങ്ങാൻ ഞാൻ തയ്യാറാ. കഴിഞ്ഞൊക്കെ മറന്ന് എന്നെ പഴയ രഘുവായിട്ട് കാണാൻ അമ്മാവനും എല്ലാരും കൂടി അമ്പിളിയോടൊന്ന് പറയണം. നാളെ ചീരുവിന്റെ കൂടെ നീ പഞ്ചരത്നത്തിലേക്ക് പോകുന്നുണ്ടോ? ദേ, നാളെ പോണോന്ന് എന്നോടാരും പറഞ്ഞില്ലല്ലോ. ശബരേട്ടനോട് പറഞ്ഞോ? നിന്റെ കാര്യമൊന്നും പറഞ്ഞില്ല. നാളെ ഡിസ്ചാർജ് ആവുമെന്നും പഞ്ചരത്നത്തിലേക്കാണ് ചീരുവിനെ കൊണ്ടുപോകുന്നതെന്നും അച്ഛൻ കുറച്ചു മുമ്പ് കൺഫേം ചെയ്തതായിട്ട് വിളിച്ചു പറഞ്ഞു. ആ, ഇപ്പൊ ചീരു ചേച്ചിയുടെ കൂടെ അവിടെ ഉള്ളത് അമ്പിളി ചേച്ചി അനുചേച്ചിയാണല്ലോ. അവര് തന്നെ ആയിരിക്കും നാളെ കൂടെ പോകുന്നത്. അവരിൽ ആരെങ്കിലും ഒരാൾ ഇങ്ങോട്ട് വരുമ്പോ ഞാൻ പോകേണ്ടി വരും. മിക്കവാറും അനുചേച്ചി ആയിരിക്കും ഒരാഴ്ച കഴിഞ്ഞ് തിരിച്ചു വരാൻ പോകുന്നത്. അതെ, അമ്പിളി ചേച്ചി ഇനി പഞ്ചരത്നം വിട്ട് വരില്ലെന്നൊക്കെയാ കേട്ടത്. ചീരുവിന്റെ പ്രസവ ശുശ്രൂഷ കഴിഞ്ഞാലും അമ്പിളി ചേച്ചി പഴയതുപോലെ അവിടെ തുടരും. അല്ലെങ്കിലും ചേച്ചിക്ക് അത് തന്നെയാ നല്ലത്. അമ്പിളി ചേച്ചി അവിടെ ഉണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് ഇടയ്ക്കൊക്കെ അവിടെ പോയി നിൽക്കുകയും ചെയ്യാം. അതെങ്ങനെ ശരിയാവും ദേ? രഘുവേട്ടന്റെ ബിസിനസ് ഇവിടെയല്ലേ? അവരൊരുമിച്ച് നിൽക്കുന്നതല്ലേ അതിന്റെ ശരി.
അത് അവര് തീരുമാനിക്കട്ടെ ശബരിയേട്ടാ. രണ്ടുപേരും തമ്മിൽ എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ട്. തൽക്കാലം അകന്നു കഴിയുന്നതാണ് നല്ലതെന്ന് അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ. ഇനിയിപ്പോ ചീരിച്ചേച്ചിയും കുഞ്ഞുങ്ങളും പഞ്ചരത്നത്തെ തന്നെ കാണുമല്ലോ. അതെങ്ങനെയാ? വിനയം പറ്റിയ നാളെ തന്നെ ചീരുവിനെയും കുഞ്ഞിനെയും അവന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ തയ്യാറായിട്ട് നിൽക്കുക. അച്ഛൻ നാട്ടുകടപ്പനുസരിച്ചേ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാ അവനൊന്ന് അയഞ്ഞത്. അപ്പൊ പിന്നെ പ്രസവ ശുശ്രൂഷയുടെ സമയം കഴിഞ്ഞാൽ നാട്ടുനടപ്പനുസരിച്ച് തന്നെ വിനയൻ അവന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. അതിന് ചീരിച്ചേച്ചി കൂടെ സമ്മതിക്കണ്ടേ?